ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ട് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡും സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡുമാണ് നമ്മളിനി പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം അറിയാനുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും? ഹലോ, കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം എന്താണ് ഫ്ലെക്സിബിലിറ്റി? ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് മീൻ ബൈ ഫ്ലെക്സിബിലിറ്റി? നിങ്ങൾ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്, എന്നാലും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് മീൻ ബൈ ഫ്ലെക്സിബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ? ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ യൂണിറ്റ് ഫോഴ്സ്. അപ്പം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഒരു മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മെറ്റീരിയൽസ് ഞാൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു റബ്ബറിൻ്റെ ഒരു ബാറും ഒരു സ്റ്റീലിൻ്റെ ഒരു ബാറും ഞാൻ എടുക്കുകയാണ്. ഞാൻ രണ്ട് ബാർസിലും 1 കിലോന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു എൻഡിൽ 1 കിലോന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? റബ്ബറും സ്റ്റീലുമാണ്. എവിടെയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലുണ്ടാവുന്നത്? ഏത് മെറ്റീരിയലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലുണ്ടാവുന്നത്? റെസ്പോണ്ട് ചെയ്യ്. ഹലോ, ആരും എന്തൊന്നും മിണ്ടാത്ത? അഞ്ജിത, ചാറ്റിൽ പറയാതെ വോയിസിൽ പറയൂ. അഞ്ജിത പറഞ്ഞോ. റബ്ബർ ബാറിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് കൂടുതലുണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതിന്റെ മീനിങ് എന്താണ്? റബ്ബർ ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ സ്റ്റീൽ അല്ലേ? അതല്ലേ മീനിങ്? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ. അപ്പം ഒരു യൂണിറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലെക്സിബിലിറ്റി ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഫോഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഫോഴ്സ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഫോഴ്സ്. ഫ്ലെക്സിബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ, ഇപ്പം സ്റ്റീൽ ബാർ ആയാലും റബ്ബർ ബാർ ആയാലും, ഞാനൊരു 10 കിലോന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അവിടെ 10 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നു. സോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ യൂണിറ്റ് ഫോഴ്സ്. അപ്പം 10 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 10 കിലോന്യൂട്ടൺ. അപ്പോൾ 1 മില്ലിമീറ്റർ പെർ കിലോന്യൂട്ടൺ ആയിരിക്കും അവിടുത്തെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോഴ്സ് ആണ്. അതുപോലെ അടുത്ത ടേം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടേമാണ് സ്റ്റിഫ്നെസ്. സോ വാട്ട് ഈസ് മീൻ ബൈ സ്റ്റിഫ്നെസ്? Stiffness of a structure is defined as the force required to produce unit displacement. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതേസമയത്ത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ന്യൂമറേറ്ററിൽ ഫോഴ്സ് ആണ് വരുന്നത്. ക്യാപിറ്റൽ കെ ആണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെയും ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഒരു മെറ്റീരിയലിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യണം?
അതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേംസും ഇനി അങ്ങോട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത മൊഡ്യൂൾസ് എല്ലാം ഈ രണ്ട് ടേംസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഫ്ലെക്സിബിലിറ്റി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ സ്റ്റിഫ്നെസ്. ഓക്കെ, ഇനി ഒരു ചെറിയ കമ്പാരിസൺ ആണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡും സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. ഇപ്പം നിങ്ങൾ ഈ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം കാര്യങ്ങൾ പിടികിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കമ്പാരിസൺ ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു കമ്പാരിസൺ ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പല കേസസ്, അതായത് ഇതെന്ത് ടൈപ്പ് ബീമാണ്, ഈ കാണിച്ചിരിക്കുന്നത് എന്ത് ടൈപ്പ് ബീമാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത? അത് പെട്ടെന്ന് പറയുന്നുണ്ടോ? ഇതൊരു കാൻഡിലിവർ ബീമാണ്. ഓക്കെ, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? കാൻഡിലിവർ ബീമിന്റെ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ സെമ്മുകളിൽ പഠിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? പഠിച്ചിട്ടുണ്ടോ? കാൻഡിലിവർ ബീമിന്റെ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള കേസസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഇത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. കാൻഡിലിവർ ബീമുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ എ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്, റൈറ്റ് സൈഡിൽ ബി എന്ന് പറയുന്നത് ഒരു ഫ്രീ എൻഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുന്നതാണ് കാൻഡിലിവർ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഡബ്ല്യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ആണ്, സ്മോൾ ഡബ്ല്യു അല്ല. നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പം തീറ്റ ബി, ഡെൽറ്റ ബി, സ്ലോപ്പും ഡിഫ്ലക്ഷനും. അതിന് സ്ലോപ്പും ഡിഫ്ലക്ഷൻ എന്താണെന്ന് അറിയാവോ? ഞാൻ എൻ്റെ ഫിഗർ കാണിക്കാം. ഈ ഒരു ഫിഗർ നോക്കാം. റൈറ്റ് സൈഡിലൊരു കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ അവിടെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും താഴോട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും താഴേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ, ഈ ഒരു ബീമിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് ഈ ഒരു കേസിൽ ഹൊറിസോണ്ടൽ, ചില കേസസിൽ വെർട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ ഇതിൻ്റെ ബീമിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ, ഇതാണ് ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ. ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സ്ലോപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ഫിഗറിൽ നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബീം ഡിഫ്ലക്റ്റ് ചെയ്യും. ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പൊസിഷനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ, അതായത് സ്ലോപ്പ്. ഓക്കെ, അപ്പം സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EA ആണ്. അപ്പോൾ എല്ലാവരും അത് കറക്റ്റ് ചെയ്തോണം. ഇത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്, ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EA. ഇനി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3EA ആണ്.
അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ സ്ക്വയർ വരുമ്പോൾ താഴെ 2, ഇവിടെ ക്യൂബ് വരുമ്പോൾ താഴെ 3. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ് അത്. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ ബി എന്ന് പറയുന്നത്, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും സ്ലോപ്പ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2a, ക്യാപിറ്റൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3a. ഇനി തൊട്ടടുത്ത കേസ് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരികയാണ്, UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ സ്മോൾ ഡബ്ല്യു പറയുന്നത്, സ്മോൾ ഡബ്ല്യു പെർ മീറ്റർ. ഓക്കെ, സ്മോൾ ഡബ്ല്യു പെർ മീറ്റർ. ആ കേസിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6EAയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ബി എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു എൽ റേസ് ടു 4/8EAയും ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ക്യൂബ് വരുമ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി താഴെ എഴുതുക, ഇവിടെ റേസ് ടു 4 വരുമ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി താഴെ എഴുതുക. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത കേസ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് പറയാമോ? ആ മിസ്റ്റേക്ക് മൂന്നാമത്തെ ഫിഗറിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, പറയാമോ? മൂന്നാമത്തെ ഫിഗറിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്താന്ന് പറയാമോ? ഞാനിനി ഓരോരുത്തരുടെ പേര് വിളിക്കും. പാർവതി, പാർവതി. ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ? ഈ മൂന്നാമത്തെ ഫിഗർ കണ്ടോ? അതിലെന്താണ് മിസ്റ്റേക്ക്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിഗർ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എന്താണ്? പറയൂ. റിയാക്ഷൻ ആയിട്ട് കേട്ടില്ല. ഈ ആദ്യത്തിലുള്ള ലോഡിങ് എന്താണ്? പോയിന്റ് ലോഡ്, കോൺസെൻട്രേറ്റ് ലോഡ്. ഓക്കെ, രണ്ടാമത്തെ ലോഡിങ് എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. മൂന്നാമത്തെ ലോഡിങ് എന്താണ്? യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷേ ഈ ഫിഗറിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഫിക്സഡ് ആണ്, ഇത് ഫിക്സഡ് ആണ്, ഇത് ഫിക്സഡ് ആണ്, ഇത് ഫിക്സഡ് ആണ്. വേറെ ആർക്കെങ്കിലും പറയാവോ? സർ, എന്റെ ബിയിൽ അവിടെ റിയാക്ഷൻ വരച്ചിരിക്കുന്നു. കാന്റിലിവർ ബീം അല്ലേ? പറഞ്ഞു, കറക്റ്റ് ആണ്. അതായത് ഇവിടെ എന്തിനാണ് ഈ സപ്പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇത് തെറ്റാണ്. കാരണം ഒരിക്കലും കാന്റിലിവർ ബീമിന്റെ എൻഡിൽ റിയാക്ഷൻ കാണിക്കണ്ട, അത് തെറ്റാണത്, അല്ലേ? അതാണ് ഐഫോ പറഞ്ഞല്ലേ? അതെ. അപ്പം ഇവിടെ ഈ റിയാക്ഷൻ ഇല്ല. ഈ റിയാക്ഷൻ നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്ക്, ഇത് തെറ്റാണ്, ഇതൊരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ഡെൽറ്റ ബി ഉണ്ടാവില്ല ഒരിക്കലും. തീറ്റ ബി ഉണ്ടാവും, സ്ലോപ്പ് ഉണ്ടാവും, പക്ഷേ ഡെൽറ്റ ബി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവിടെ ഫ്രീ ആണെങ്കിൽ മാത്രമേ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതൊരു ഫ്രീ സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതൊരു മിസ്റ്റേക്കാണ്. അപ്പം ഈ ഒരു ആരോ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കുക എല്ലാവരും. ഓക്കെ, ഇനി ഇതൊരു യൂണിഫോംലി വേരിയിങ് ലോഡ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന തീറ്റ ബി എന്ന് പറയുന്നത്, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു. ഇനി ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്? ഈ ലെഫ്റ്റ് എൻഡിലുള്ള മാക്സിമം ലോഡ് വാല്യൂ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അതിവിടെ കാണിച്ചിട്ടില്ല, എന്നാലും ഈ ലെഫ്റ്റ് എൻഡിലുള്ള യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ മാക്സിമം വാല്യൂ ആണ് സ്മോൾ ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡബ്ല്യു എൽ ക്യൂബ് ബൈ 24EAയും. ഇനി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഈ സപ്പോർട്ട് ഇവിടെ പാടില്ല. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ഡബ്ല്യു എൽ റേസ് ടു 4/30EAയും ആണ്. ഓക്കെ,
അപ്പം ഈ 3 കേസ് എന്ന് പറയുന്നത് കാൻഡിലിവർ ബീമിൻ്റെ കേസുകളാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇതെന്ത് കേസാണ്? 4ാമത്തെ കേസ് എന്താണ്? പറഞ്ഞോ. Simply supported Okay. with point load. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. നടുക്ക്, അതായത് AB എന്ന് പറയുന്ന ബീമിൻ്റെ ഏറ്റവും നടുവിലായിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എയിലും ബിയിലും ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ? ഇല്ല. കാരണം എയും ബിയും സപ്പോർട്ട്സ് ആണ്. അവിടെ ബീമിന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എയിലും ബിയിലും സ്ലോപ്പ് ഉണ്ടാവുമോ? ഉണ്ടാവും. കാരണം നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് ഹിഞ്ചും ഒരെൻഡ് എന്ന് പറയുന്നത് റോളറുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഹിഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് ഹിഞ്ചായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. റൊട്ടേഷൻ പോസിബിൾ ആണെങ്കിൽ അവിടെ സ്ലോപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പം എയിലും ബിയിലും റൊട്ടേഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ സ്ലോപ്പ് ഉണ്ടാവും. അപ്പം തീറ്റ എന്ന് പറയുന്നത് എയിലും ബിയിലും പോസിബിൾ ആണ്. സോ സ്ലോപ്പ്, അതായത് ആംഗിൾ ഉണ്ടാവുന്നത്, ഹൊറിസോണ്ടലായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നത് എയിലും ബിയിലും ആയിരിക്കും. ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് സെൻട്രലിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡിഫ്ലക്ഷൻ എവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്? ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് സിയിലായിരിക്കും. അപ്പം തീറ്റ ഉണ്ടാവുന്നത് എയിലും ബിയിലും, ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് സിയിലും ആയിരിക്കും. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ ആണ് WL3/48A. അപ്പം സ്ലോപ്പ് അറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് WL²/16EAയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL3/48A. നേരത്തെ ഞാൻ വാല്യൂസ് ഞാൻ പറഞ്ഞില്ല. അതായത് ഇവിടെ കാൻഡിലിവർ ബീമിൽ UVയിൽ ഉണ്ടാകുമ്പോൾ WL3/24EAയും WL⁻⁴/30EA ആണ്. ഇവിടെ അതേസമയത്ത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഡിഫ്ലക്ഷൻ കോൺസെൻട്രേറ്റഡിലൂടെ വരുമ്പോഴത്തേക്കും സ്ലോപ്പ് എന്ന് പറയുന്നത് WL²/16EAയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL3/48A. ഈ സ്ലോപ്പും ഡിഫ്ലക്ഷനും എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്ത കേസ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഫുള്ളായിട്ടൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരികയാണ്, UDL വരികയാണ്. അവിടെ വരുന്ന കേസിൽ നമുക്കറിയാം നേരത്തെ പോലെ തന്നെയാണ്. ലെഫ്റ്റിലും റൈറ്റിലും സപ്പോർട്ട്സിൽ നമുക്ക് സ്ലോപ്പ് ഉണ്ടാവും, സെൻട്രലിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. തീറ്റ എ തീറ്റ ബി എന്ന് പറയുന്നത് WL3/24EAയും ഡെൽറ്റ സി എന്ന് പറയുന്നത്, അതായത് സെൻട്രലിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5WL⁻⁴/384EAയും ആണ്. ഈ വാല്യൂസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഈ വാല്യൂസൊക്കെ. ഓക്കെ, ഇനി അടുത്തൊരു കേസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാൻഡിലിവർ ബീമിൽ AB എന്ന് പറയുന്ന ഒരു കാൻഡിലിവർ ബീമാണ്. റൈറ്റ് എൻഡിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യണം. ക്യാപിറ്റൽ M എന്ന് പറയുന്ന ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് തീറ്റ ബി എന്ന് പറയുന്നത്, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് ML/EAയും ഡെൽറ്റ ബി, അതായത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ML²/2EAയും ആണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഇത്രയും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള വാല്യൂസ് ആണ്. ഇത് കാണാതെ പഠിക്കേണ്ട വാല്യൂസ് ആണ്. കാൻഡിലിവർ ബീമിൻ്റെ ആദ്യത്തെ 3 കേസസ്, അതുകൂടാതെ മൊമെൻറ്റിന് വരുന്ന കേസ്, ഇതാണ് മൊമെൻറ്റ് വരുന്ന കേസ്. പിന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസും UDL വരുന്ന കേസും, മൊത്തം 6 കേസസ് പഠിച്ചിരിക്കുക. ഇനി അടുത്ത ടേംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഒരു സ്ട്രക്ചർ, ഞാൻ ഒരു കാൻഡിലിവർ ബീം എടുക്കുകയാണ്. കാൻഡിലിവർ ബീമിൽ ലെഫ്റ്റ് സൈഡ് ഫിക്സ്ഡ് ആണ്. ബീമിൽ P1, P2, P3 എക്സെട്ര അപ് ടു PN എന്ന് പറയുന്ന ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അതിന് ഞാൻ നോഡ്സ് എന്ന് പറയും. നോഡ് നമ്പർ 1, നോഡ് നമ്പർ 2, നോഡ് നമ്പർ 3 എക്സെട്ര അപ് ടു നോഡ് നമ്പർ N. അപ്പം ഓരോ നോഡുകളിലും P1, P2, P3 എക്സെട്ര അപ് ടു PN എന്ന് പറയുന്ന ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓരോ നോഡിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. Δ1, Δ2, Δ3 എക്സെട്ര അപ് ടു Δn. ഓക്കെ, ഇങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ അടുത്ത സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം
P1 മാത്രം എടുക്കും. അതായത് നോഡ് നമ്പർ 1-ൽ ലോഡ് P1 ആക്ട് ചെയ്യുന്നു, ബാക്കി എല്ലാ ലോഡും നമ്മളങ്ങ് ഒഴിവാക്കും. P2, P3 എക്സെട്ര അപ് ടു Pn വരെയുള്ള ലോഡ് നമ്മളങ്ങ് ഒഴിവാക്കും. അപ്പോൾ നോഡ് നമ്പർ 1-ൽ P1 മാത്രം ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുക. ഓക്കെ, ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് Δ11, രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് Δ21, മൂന്നാമത്തെ Δ31. അപ്പം ഈ ഡെൽറ്റയ്ക്ക് ശേഷം 2 വാല്യൂസ് ഉണ്ട്. അത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? Δ11, Δ21. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് നമ്പർ 1 ഡ്യൂ ടു ലോഡ് അറ്റ് നോഡ് നമ്പർ 1. അതാണ് Δ11. അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവത്തില്ല. ഞാൻ രണ്ടാമത്തെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് നമ്പർ 2 ഡ്യൂ ടു ലോഡ് അറ്റ് നോഡ് നമ്പർ 1. ഇപ്പം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് നമ്പർ 3 ഡ്യൂ ടു ലോഡ് അറ്റ് നോഡ് നമ്പർ 1. ഇപ്പോൾ ക്ലിയർ ആയോ? അതായത് Δ21 എന്ന് പറയുന്നതും Δ31 എന്ന് പറയുന്നത്, ഇനി Δ41 ഉണ്ട്, 51 ഉണ്ട്, അങ്ങനെ പോകും. അതായത് ആദ്യം ഞാൻ ലോഡ് ലോഡ് 1-ൽ മാത്രം വെച്ചു. ലോഡ് 1-ൽ മാത്രം വെക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഓരോ നോഡിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പം ഒന്നാമത്തെ നോഡിൽ ലോഡ് വെച്ചപ്പോൾ ഒന്നാമത്തെ നോഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Δ11. ഒന്നാമത്തെ നോഡിൽ ലോഡ് വെച്ചപ്പോൾ രണ്ടാമത്തെ നോഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Δ21. സോ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് നോഡ് നമ്പർ 2 ഡ്യൂ ടു ലോഡ് പ്ലേസ്ഡ് അറ്റ് നോഡ് നമ്പർ 1. അതാണ് Δ21. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് നോഡ് നമ്പർ 3 ഡ്യൂ ടു ലോഡ് അറ്റ് നോഡ് നമ്പർ 1. അതാണ് Δ31. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ കേസ് പഠിക്കുമ്പോഴും ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടേം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതുപോലെ രണ്ടാമത്തെ നോഡിൽ ലോഡ് കൊണ്ടുവച്ചു. രണ്ടാമത്തെ നോഡിൽ ലോഡ് കൊണ്ടുവച്ചപ്പോൾ ഒന്നാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, 2-ലുണ്ടായി, 3-ലുണ്ടായി, 4-ലുണ്ടായി, 5-ലുണ്ടായി, അങ്ങനെ പോകും. അപ്പോൾ രണ്ടാമത്തെ നോഡിൽ ഞാൻ ലോഡ് കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ ഒന്നാമത്തെ നോഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? Δ12. അതായത് ലോഡ് പ്ലേസ്ഡ് അറ്റ് 2, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1. Δ22, ലോഡ് പ്ലേസ്ഡ് അറ്റ് 2, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2. Δ32, ലോഡ് പ്ലേസ്ഡ് അറ്റ് 2, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 3. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പണ്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് ഓരോ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സിനെയും സമ്മേഷൻ നമ്മളെടുക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പോയിന്റിൽ ലോഡ് പ്ലേസ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത്തെ പോയിന്റിൽ ലോഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, മൂന്നാമത്തെ നോഡിൽ ലോഡ് പ്ലേസ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ എല്ലാം കൂടി സമ്മേഷനാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ Δ1 ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് Δ1 ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് 1, ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് 2, അതിൻ്റെ എല്ലാം കൂടി സമ്മേഷനാണ്. സിമിലർലി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് നമ്പർ 2 ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് 1, ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ലോഡ് 2, അങ്ങനെ ഓരോ ഡിസ്പ്ലേസ്മെൻറ്റും കൂടി ആഡ് ചെയ്യും. സിമിലർലി Δn എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് നമ്പർ n ഡ്യൂ ടു ലോഡ് അറ്റ് 1, ലോഡ് അറ്റ് 2, ലോഡ് അറ്റ് 3, ലോഡ് അറ്റ് 4 എക്സെട്ര അപ് ടു ലോഡ് അറ്റ് n. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്.
ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ലോഡാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി ഓരോ പോയിന്റിലെ ലോഡ് കൊണ്ട് തന്നെ അങ്ങ് ഇവിടെ നോക്കുക, തിരിച്ച് നോക്കാം നമുക്ക്. ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ലോഡ്. ഇതാണ് ഞാൻ എഴുതുന്ന ഇക്വേഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ലോഡ്. അപ്പം ഓരോ കേസ് വരുമ്പോഴത്തേക്കും ഡെൽറ്റ 1 വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി വാല്യൂസ് നമുക്കിവിടെ ഓൾറെഡി അറിയാം, ഇൻറ്റു ലോഡ് വാല്യൂ. സിമിലർലി ഡെൽറ്റ 2 വരുമ്പോൾ ഫ്ലെക്സിബിലിറ്റി വാല്യൂ ഇൻറ്റു ലോഡ് വാല്യൂ. ഇതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എക്സെട്ര അപ് ടു ഡെൽറ്റ n ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി വാല്യൂസ് ഇൻറ്റു ലോഡ് വാല്യൂ. ഈ ഒരു മെട്രിക്സിന് പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. F11, F12, F13 എക്സെട്ര അപ് ടു F1n, F21, F22 എക്സെട്ര അപ് ടു F2n. അങ്ങനെ നമുക്കൊരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ആ മെട്രിക്സിന് പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇത് ഓരോ കേസസിലും, അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരുന്ന കേസ്, ഒരു കാൻലിവർ ബീം വരുന്ന കേസ്, അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് പല കേസസ് ഉണ്ട്. നമ്മളിപ്പം നേരത്തെ പഠിച്ച പോലെ ഒരു കോൺസെൻട്രേറ്റ് ലോഡ് വരാം, UDL വരാം, UVL വരാം, സിംപ്ലി സപ്പോർട്ടഡ് ബീമില്ലാത്ത ഒരു കോൺസെൻട്രേറ്റ് ലോഡ് വരാം. ഈ പല കേസസിലും നമുക്ക് പല ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതായത് ഇനിയിപ്പം നമുക്ക് അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡും, അത് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് വേണം. അപ്പോൾ ഓരോ കേസസിലും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് പഠിക്കാനുണ്ട്, സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കേസസിലെല്ലാം എങ്ങനെയാണ് ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അതാണ് ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ പല കേസസ് ഉണ്ട്. അതിനകത്ത് ഓരോ കേസസും നമുക്ക് പഠിച്ച് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ചെറിയ കൺഫ്യൂഷൻസ് വരും, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇപ്പം കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കാണും. ഓക്കെ, അപ്പം ഒരു ജനറലായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ ഈ പറഞ്ഞ കാര്യം? റെസ്പോണ്ട് ചെയ്തോളൂ. ഹലോ, പറഞ്ഞോ. എല്ലാവരും ചാറ്റ് ചെയ്യുന്നില്ലല്ലോ. ദേവാ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൈക്കൊക്കെ ഒന്ന് ഓൺ ചെയ്യും വല്ലപ്പോഴൊക്കെ, എതിരൊക്കെ കേൾക്കട്ടെ ഞാൻ. അബുൾ, അബുൾ മൈക്കൊക്കെ ഓൺ ചെയ്യുന്നതിലൊക്കെ പറ. ഓക്കെ, അപ്പോൾ അത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ചെറിയ കൺഫ്യൂഷൻസ് കാണാം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് വ്യക്തമായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചെറിയൊരു കേസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാനതൊരു ബീമാണത് കാണുന്നുണ്ടല്ലോ, കാൻഡിലിവർ ബീമാണ്. ലെഫ്റ്റ് സൈഡിൽ എ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് സപ്പോർട്ട്, റൈറ്റ് സൈഡിൽ ബി എന്ന് പറയുന്നത് ഒരു ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം ഈ ഒരു ഫ്രീ എൻഡിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റും സ്ലോപ്പും ഉണ്ടാകുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആരോ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടെന്ന് പറയുന്നത് സ്ലോപ്പ്. ഓക്കെ, ഇത് രണ്ടും ഞാൻ പറയുന്ന പേരെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും. ഫ്രീ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഈ എൻഡിലുണ്ടാവുന്ന ഫ്രീ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒന്നും രണ്ടും. ഒന്നെന്ന് പറയുന്നത് താഴോട്ടുണ്ടാവുന്ന, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന സ്ലോപ്പാണ് രണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ സിസ്റ്റം കോർഡിനേറ്റ്സ് എത്രയാണ്? ഒന്നും രണ്ടുമാണ് ഇവിടുത്തെ സിസ്റ്റം കോർഡിനേറ്റ്സ്. ഫ്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം കോർഡിനേറ്റ്സ് രണ്ടാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൻ്റെ ഓർഡർ എപ്പോഴും രണ്ടായിരിക്കും. സോ
ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് എപ്പോഴും നമുക്കൊരു 2x2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ ഈ ഒരു കാൻലിവർ ബീം വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡിഫ്ലക്ഷനെ ഞാൻ 1 എന്ന് സൂചിപ്പിക്കുന്നു, സ്ലോപ്പിനെ ഞാൻ 2 എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഈ കേസിലുള്ളതെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ 2 ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2x2 ആണ്. ഓക്കെ, സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ 2 വാല്യൂസ് വരും, അതായത് 2x2 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. റോ നമ്പർ 1, റോ നമ്പർ 2. ഓക്കെ, ഇനി ഈ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? കട്ടായി പോയാരെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ ദേവ? ആ, ഇടയ്ക്കൊന്ന് ചെറിയ കോൾ വന്നായിരുന്നു. ഓക്കെ, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അല്ലേ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ്. അപ്പം ഫിസിക്കൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അപ്ലൈയിങ് യൂണിറ്റ് ലോഡ് എലോങ് കോർഡിനേറ്റ് 1. കോർഡിനേറ്റ് 1 ഏതാ? ഇതാണ് കോർഡിനേറ്റ് 1, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 1ൻ്റെ ഡയറക്ഷനിൽ ഞാൻ യൂണിറ്റ് ലോഡ് പ്ലേസ് ചെയ്തു. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ കൊണ്ട് 1ൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും? ഒന്നാമത്തെ കോർഡിനേറ്റിൻ്റെ ആ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാൻലിവർ ബീമിൽ W കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? WL3 ആണ്. ഇത് ഓൾറെഡി നമ്മൾ ഈക്വേഷൻ പഠിച്ചിട്ടുണ്ട്. WL3 സോ WL3 ആണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ. പക്ഷേ W വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, കാരണം ഞാൻ ഒരു ന്യൂട്ടൺ ഫോഴ്സ് ആണ് അവിടെ കൊണ്ടുവച്ചത്. സോ 1 × L3/3. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഫ്ലെക്സിബിലിറ്റി? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ടുവയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. സോ F11 L3/3. ഇനി എന്താണ് ഈ 1ഉം 1 സൂചിപ്പിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഓക്കെ, ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ കേസ്, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 1 അല്ലെങ്കിൽ യൂണിറ്റ് ഫോഴ്സ് അറ്റ് 1. ഇനി ഇവിടെ യൂണിറ്റ് ഫോഴ്സ് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, രണ്ടാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ രണ്ടാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. θB ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ WL2/2EI. WL2/2EI, അതായത് ഒന്നാമത്തെ പൊസിഷനിൽ ലോഡ് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് എന്തും പറയാം. ഇവിടെ സ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ അതിനെ റൊട്ടേഷൻ എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് തീറ്റ, റൊട്ടേഷൻ. WL2/2E ആണ്. W-ൻ്റെ വാല്യൂ 1 ആണ്. സോ L2/2EI. അതാണ് F11ഉം F21ഉം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നിൽ ലോഡ് വയ്ക്കുമ്പോൾ ഒന്നിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് F11. ഒന്നിൽ ലോഡ് വയ്ക്കുമ്പോൾ രണ്ടിലുണ്ടാവുന്ന മൂവ്മെന്റ് ആണ് F21. 2 എന്ന് പറയുന്ന ഡയറക്ഷൻ ഏതാ? 2 എന്ന് പറയുന്ന ഡയറക്ഷൻ റൊട്ടേഷൻ ആണ്, അതായത് സ്ലോപ്പാണ്. സോ F11ഉം F21ഉം എന്താണെന്ന് ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ കേസ്, അപ്ലൈയിങ് യൂണിറ്റ് മൊമെന്റ് അലോങ് സിസ്റ്റം കോർഡിനേറ്റ് 2. രണ്ടാമത്തെ പൊസിഷൻ ഏതാ? 2. ഇതാണ് 2.
അതായത് അവിടുത്തെ റൊട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സിൻ്റെ ടേമിൽ പറയുമ്പോൾ മൊമെൻ്റ് എന്ന് പറയും. റൊട്ടേഷൻ നമ്മൾ ഫോഴ്സിൻ്റെ ടേമിൽ പറയുമ്പോൾ മൊമെൻ്റ് എന്ന് പറയും. അപ്പം രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ F12 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് 1 ഡ്യൂ ടു മൊമെൻ്റ് അറ്റ് 2. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ? ml²/2EI. ഓക്കെ, ക്യാൻലിവർ ബീമിലും മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ml²/2EI. അവിടെ മൊമെൻ്റ് വാല്യൂ 1 ആണ്. സോ L²/2EI. ഇനി ക്യാൻലിവർ ബീമിൽ മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതും ഞാൻ ആ ഫിഗറിനകത്ത് കാണിച്ചായിരുന്നു, ml/EI. അവിടെയും എമ്മിൻ്റെ വാല്യൂ 1. സോ 2 എന്ന് പറയുന്നത് വെൻ മൊമെൻ്റ് ഈസ് അപ്ലൈഡ് അറ്റ് 2, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2? ഓക്കെ, അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ ബി എന്താണെന്ന് മനസ്സിലായി, തീറ്റ ബി എന്താണെന്ന് മനസ്സിലായി. അപ്പം കേസസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കേസ് 1 എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും സ്ലോപ്പും, അതാണ് F11 F21. രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് വേർ ദി ലോഡ് ഈസ് പ്ലേസ്ഡ്, അതായത് എവിടെയാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ ടേം 11 21. 1 എന്ന് പറയുന്നത് എവിടെയാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത്, യൂണിറ്റ് ലോഡല്ല യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി 12 22 എവിടെയാണോ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്യുന്നത്, 2ൻ്റെ ഡയറക്ഷനിൽ, അതാണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 വാല്യൂസ് കിട്ടി. ഈ 4 വാല്യൂസും നമ്മളിതാ 11 12 21 22 ഈ കറക്റ്റ് പൊസിഷനിൽ അങ്ങ് പ്ലേസ് ചെയ്യും. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഈസ് ഈക്വൽ ടു, അതായത് ഒരു കാൻഡിലിവർ ബീമിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു F11 F12 F21 F22. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആ സർ. ഓക്കെ ആണോ എല്ലാവർക്കും? പറഞ്ഞോളൂ. ശ്രുതി, അഞ്ജിത, Clear, sir. ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് സർ. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളിത് ഡിറൈവ് ചെയ്യുന്ന പഠിച്ചിരിക്കുക, അതല്ലെങ്കിൽ ഈ വാല്യൂസ് എങ്കിലും കാണാതെ പഠിച്ചിരിക്കുക, കാരണം ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി അടുത്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഫൈൻഡ് ദി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് ദി കാൻലിവർ ബീം വെൻ ദി സിസ്റ്റം കോർഡിനേറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ഈ ഒരു സിസ്റ്റം കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആക്സിൽ ലോഡിംഗ് ആണ്. ഒരു കാൻലിവർ ബീമിൽ ലെങ്ത് വൈസിൽ, അതായത് ആക്സിൽ ഡയറക്ഷനിൽ തന്നെ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നമുക്കറിയാം, PL/A നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഒരു സിസ്റ്റം കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 1/1 മെട്രിക്സ് ആയിരിക്കും. 1/1 മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ. സോ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? PL/A. ഞാനിവിടെ യൂണിറ്റ് ലോഡ് എന്ന് വെച്ചാൽ പിയുടെ വാല്യൂ 1. സോ പിയുടെ വാല്യൂ 1. അപ്പം പിക്ക് വരെ 1 കൊടുത്തു, L/A. സിമ്പിൾ, വളരെ സിമ്പിൾ കേസാണ്. ആക്സിൽ ഡയറക്ഷനിൽ ഒരു ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് L/A. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത കേസ്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. അതായത് ഒരു വെർട്ടിക്കൽ ലോഡിങ്, ഒരു മൊമെൻറ്റ്. ഇനി രണ്ടാമത്തെ കേസിലോ ഒരു ആക്സിയൽ ലോഡിങ്. ഇനി അടുത്ത കേസ് വരുമ്പോഴത്തേക്കും ആക്സിയൽ ലോഡിങ് ഉണ്ട്,
വെർട്ടിക്കൽ ഉണ്ട്, മൊമെൻ്റ് ഉണ്ട്, മൂന്നും കൂടെ ഉണ്ട്. അപ്പം 3 കോർഡിനേറ്റ്സ് ഉണ്ട്. 3 കോർഡിനേറ്റ്സ് വരുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും 3/3 മെട്രിക്സ് ആയിരിക്കും. സോ ദി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വിൽ ബി 3/3. F11, 12, 13, 21, 22, 23, 31, 32, 33. ഇനി നമുക്കറിയാം ആദ്യത്തെ ഫ്ലെക്സിബിലിറ്റി വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കോർഡിനേറ്റിൽ കൂടെ ഒരു ന്യൂട്ടൺ ലോഡ് ഞാൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ കോർഡിനേറ്റ് കൂടി യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ F11 എന്ന് പറയുന്നത് PL/AE എന്നാണ്. സോ L/AE. ഇനി ഒന്നാമത്തെ നമുക്കറിയാം ഹൊറിസോണ്ടലാണ്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. സോ 2-1 0 ആണ്. മൊമെൻ്റ് ഉണ്ടാവുമോ? മൊമെൻറ്റും ഉണ്ടാവുന്നില്ല. സോ 3-1 0 ആണ്. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ രണ്ടാമത്തെ നോഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, മൂന്നാമത്തെ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതായത് രണ്ടാമത്തെ ഡയറക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, മൂന്നാമത്തെ ഡയറക്ഷൻ റൊട്ടേഷൻ ഇല്ല. സോ അത് രണ്ടും 0 ആണ്. ഇനി അടുത്ത കേസ് നോക്കാം. ഞാൻ രണ്ടാമത്തെ ഡയറക്ഷനിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ വെർട്ടിക്കലാണ് അപ്ലൈ ചെയ്തത്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല. സോ F12 0 ആണ്. ഇനി പഴയ കേസ് നമുക്ക് വെർട്ടിക്കലിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? WL3/3A റൊട്ടേഷൻ WL²/2A. യൂണിറ്റ് ലോഡ് ആയതുകൊണ്ട് W-ൻ്റെ വാല്യൂ 1 ആണ്. L3/3A L²/2A. ഓക്കെ. സോ ഇവിടെ ഈ 3 വാല്യൂസ് കിട്ടി. ഇനി യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്തപ്പോഴും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല, വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. L²/2A L/EA. ഇനി ഈ വാല്യൂസ് എല്ലാം അതാത് പൊസിഷനിൽ ഞാൻ കൊണ്ടങ്ങ് പ്ലേസ് ചെയ്തു. സോ ആദ്യത്തെ L/EA, പിന്നത്തെ 2 0, ഇത് 2 0. ഇങ്ങനെയായിരിക്കും വാല്യൂസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? പറഞ്ഞോ. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും പോയോ? കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? കേൾക്കുന്നുണ്ട്. ആ 3/3 മെട്രിക്സ് ആണ് അത്. ഓക്കെ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു മെട്രിക്സ് നോക്കിയിട്ട് പറ. ട്രാൻസ്പോസ് സെയിം ആണ്. ട്രാൻസ്പോസ് സെയിം ആകുമ്പോൾ എന്താ പറയുന്നതിന്? എൻ്റെ പേരെന്താ? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് യൂണിറ്റോ? സിമെട്രിക് മെട്രിക്സ്. ഓക്കെ. സിമെട്രിക് എന്ന് പറയും. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് സെയിം ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. ഓക്കെ. അപ്പം എപ്പോഴും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആയാലും നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആയാലും ഇതെല്ലാം സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങളൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡിറൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യുമ്പോൾ അത് സിമെട്രിക് അല്ല എന്ന് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ തന്നെ സിമെട്രിക് അല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്ന മെട്രിക്സ് സിമെട്രിക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. പറയാൻ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? അപ്പം ഞാൻ ആദ്യത്തെ ഇത് പറയാം. അപ്പം
ഈ ഒരു മെട്രിക്സ് ഞാൻ ഡിറൈവ് ചെയ്തു. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഈ 2/2 മെട്രിക്സിനകത്ത് ഒന്നാമത്തെ ടേം L3/3a, രണ്ടാമത്തെ L2/2a, L2/2a, L/ei. ഇതിനെ ഞാൻ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ ടേം അവിടെ തന്നെ നിൽക്കും, ഈ ടേമിങ് ഇപ്പുറത്ത് വരും, താഴെ വരും. വീണ്ടും ഈ ടേം മുകളിൽ പോവും, ഇത് അവിടെ നിൽക്കും. സോ ആ മെട്രിക്സ് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ ട്രാൻസ്പോസും ഒറിജിനൽ മെട്രിക്സും സെയിം തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. സോ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഇനി ഈ കേസ് നോക്കുമ്പോൾ അറിയാം L/ei 0 0. ഇപ്പോൾ 0 0 ഇങ്ങ് താഴെ വരും. വീണ്ടും L3/3a, അത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം അതിനൊക്കെ നിൽക്കും. L2/2a നമുക്ക് ഇവിടെ വരും, താഴെ വരും. ഈ L2/2a മേളിൽ പോകും, ഇതാണ് നിനക്ക് നിൽക്കും. അപ്പോഴും മെട്രിക്സ് സെയിം തന്നെയാണ്, ഒറിജിനൽ മെട്രിക്സും ട്രാൻസ്പോസും സെയിം തന്നെയാണ്. സോ ഇതും സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സിമെട്രിക് ആണ്. അപ്പോൾ നമ്മൾ ഇനി ഏതൊരു ബീം തന്നു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ അവസാനം വരുന്ന വാല്യൂ സെയിം ആണെങ്കിൽ, അതായത് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റാണ്, അല്ലെങ്കിൽ തെറ്റാണ്. ഇത്രയാണ് നമുക്ക് ഇനിഷ്യലി മനസ്സിലാക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ക്ലാസ്സിൽ വെറും 46 പേര്, അതായത് 45 പേരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എല്ലാവർക്കും സപ്ലി ഉണ്ടോ? ഇല്ല, കുറച്ചു പേർക്കുണ്ട്. ഇന്ന് SA 2 ദേവ പോയോ? ഇല്ല സർ. ദേവ അറ്റൻഡൻസ് ഒന്ന് നോക്കണേ. നോക്കാം സർ. ഒന്ന് നോട്ട് ചെയ്തിട്ട് എനിക്ക് പറയണേ. പറയാം. വാട്സാപ്പിൽ ഇട്ടാൽ മതി. അബുൾ, ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? ക്ലിയർ ആണോ? പിന്നെ സന്ദീപേ, ക്ലിയർ ആണോ സന്ദീപേ? എന്തായാലും ഞാൻ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് ഒന്നുകൂടെ ഞാൻ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. എല്ലാവരും അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ അഖിൽ ദിനേശ്, അഖിൽ ദിനേശ് പോയോ? ചന്ദന, ചന്ദന സംശയം വല്ലതും ഉണ്ടോ? ഇല്ല സർ. ദേവിക, യെസ് സർ. ക്ലിയർ ആണോ? അതെ സർ. ഫർസാന, ഫ്ലോറി, ക്ലിയർ ആണ് സർ. ഓക്കെ. ഫർസാന പോയോ? ഓക്കെ. ഹരിപ്രിയ, ക്ലിയർ ആണ് സർ. നിതീഷ്, പ്രണോയ്, നിതീഷ്, പ്രണോയ്, ഇവരൊക്കെ എനിക്ക് ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ കാര്യങ്ങളാണോ? പ്രണോയ്,
സാർ ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണോ? ഓക്കെ, ശരി ശരി. നിതീഷ് എവിടെ പോയി? ആ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ശ്യാം, സൗരവ്, ക്ലിയർ ആയി സാർ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത നമ്മുടെ ഇലക്റ്റീവിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഇലക്റ്റീവിന് ഞാൻ കുറച്ച് റെക്കോർഡഡ് ക്ലാസ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിന് വളരെ കുറച്ച് ഞാൻ എടുക്കുകയുള്ളൂ. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഞാൻ ഇനി ഇലക്റ്റീവ് ഇടുന്നത്. ഇലക്റ്റീവ് ഉള്ള ആൾക്കാരൊക്കെ, സന്ദീപൊക്കെ ഇലക്റ്റീവ് ഉള്ളതല്ലേ? അപ്പോൾ ഞാൻ ഇന്നിപ്പം ഞാൻ ലൈവ് ഇടുന്നില്ല. ഇന്ന് ഞാനിപ്പം വൈകുന്നേരം ഒരു റെക്കോർഡ് ക്ലാസ് ഇടാം. പിന്നെ നിങ്ങൾ, ഞാൻ ആ നോട്ട്സ് തന്നായിരുന്നല്ലോ, നമ്മുടെ ഒരു അഡീഷണൽ നോട്ട്സിനകത്ത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. അപ്പോൾ ഇന്നത്തെ 4th അവർ നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യുക. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഇലക്റ്റീവിൻ്റെ ഉള്ള എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഉണ്ട് സാർ. അപ്പം അതൊന്ന് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആ പ്രോബ്ലംസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ തന്ന നോട്ട്സ് കംപ്ലീറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഞാൻ കുറച്ച് ലൈവും കുറച്ച് റെക്കോർഡും ആയിട്ടായിരിക്കും ഇടുന്നത്. കുറച്ച് ഫാസ്റ്റായിട്ട് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് റെക്കോർഡ് ക്ലാസ്സും കൂടി ഇടും. കേട്ടല്ലോ? ഓക്കെ, അപ്പം താങ്ക് യു.